വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ആയുർവേദ ഡോക്ടറാണ്, ഹാർവെസ്റ്റിന്റെ പ്രോഡക്റ്റ് ട്രെയിനർ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് നമ്മുടെ 6ാമത് ബ്രാൻഡ് ആയിട്ടുള്ള ഇന്ത്യ ഗ്രോ ബ്രാൻഡിൽ വരുന്ന പ്രോഡക്ട്സിനെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൃഷി ഉൽപാദനത്തിന് അല്ലെ, കൃഷിയുടെ ആ ഒരു വിളകളുടെ ഒക്കെ വർധനവിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് പ്രോഡക്ട്സും, അതോടൊപ്പം തന്നെ ആ ഒരു വിളവിനെ നശിപ്പിക്കുന്ന ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് കീടങ്ങളും ഒക്കെ ഉണ്ട്, ഇൻസെക്ട്സും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ എതിരെ പ്രവർത്തിക്കാനായിട്ട് ഒക്കെയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്ട്സ് എപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏത് അളവിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോളജ് വഴി നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നത്. അപ്പം കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. ആ ഒരു റിസ്കിനെയൊക്കെ കുറയ്ക്കാനായിട്ട്, അതോടൊപ്പം തന്നെ കൃഷിയുടെ ഉൽപാദനം, ആ ഒരു വിളകളുടെ ഒക്കെ വർധനവിന് വളരെയധികം സഹായിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇന്ത്യ ഗ്രോയിൽ വരുന്നത്. അപ്പൊ അതിനെ പറ്റി ഓരോന്നിനെ പറ്റിയിട്ടും നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്താണ് അഗ്രികൾച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. കൊറോണ കാലത്ത് എല്ലാവർക്കും ഒരുപാട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരുപാട് തിരിച്ചറിവിന്റെ ഒക്കെ കൂടി സമയമായിരുന്നു കൊറോണ കാലം എന്ന് പറയുന്നത്. ആൾക്കാർക്ക് അല്ലെ തങ്ങളിൽ തന്നെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ സമയം കിട്ടിയ ഒരു സമയമായിരുന്നു കൊറോണ കാലം എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെയും തന്റെ വീട്ടിലെ, തന്റെ മണ്ണിൽ ഇറങ്ങി പണിയെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. നമുക്ക് തന്നെ അറിയാം, എല്ലാ വീടുകളിലും ആൾക്കാരൊക്കെയും അല്ലെ ദിവസവും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് അനവധി പേരാണ് എന്റെ വീട്ടിൽ നട്ട് നനച്ചു ഉണ്ടാക്കിയ പച്ചക്കറികൾ എന്ന് പറഞ്ഞ പാവയ്ക്കയും പടവലങ്ങയും മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ പടം എടുത്തിട്ട് ഇട്ട് കണ്ടിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്കറിയാം അല്ലെ, നിങ്ങൾ എല്ലാവരും അതുപോലെ കൃഷി ചെയ്യുന്നവരാണ് അല്ലെ. സ്വന്തം മണ്ണിൽ ഇനി അധികം സ്ഥലമില്ല, പറമ്പില്ല എന്നുള്ളവരാണെങ്കിലോ ടെറസിൽ അല്ലെ, ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് കൃഷി പന്തലൊക്കെ ഇട്ടിട്ട് വളരെ നല്ല രീതിയിൽ, വിശാലമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ കൃഷിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ സ്വയം തന്നെ ഉൽപ്പാദിപ്പിച്ച് അല്ലെ. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലെ. ഞാൻ നട്ട് നനച്ച് വളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചെടിയിൽ നിന്നും ഒരു പാവയ്ക്ക കൊണ്ടുള്ള ഒരു തോരൻ വെക്കുക, അതിന്റെ കറി വെക്കുക എന്ന് പറയുമ്പോൾ, പയറുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് അല്ലെ. ഞാൻ നട്ട് നനച്ചിട്ടുണ്ടായത് എന്ന് പറയുമ്പോൾ ആ ഒരു സംതൃപ്തിയാണ് നമ്മൾക്ക് കൃഷിയിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രോഡക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രോഡക്ട്സിന് 2 സർട്ടിഫിക്കേഷൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാണെങ്കിൽ NPOP, അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ. അതെന്താണ്? ഇന്ത്യയിലുള്ള ഓർഗാനിക് സർട്ടിഫിക്കേഷൻ മാർക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനിയോ അത് ഇന്ത്യക്ക് അകത്ത് ഉള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഇനി ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് IFOAM സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് IFOAM? IFOAM എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെന്റ് എന്നാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ ഒരു പ്രോഡക്ട്സിനെ നമ്മളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് IFOAM. ഈ 2 സർട്ടിഫിക്കേഷനുകളുമാണ് നമ്മളുടെ ഇന്ത്യ ഗ്രോ പ്രോഡക്ട്സിനൊക്കെ തന്നെയും